എന്തിരുത്താ ഇത്? ഇന്ന് രാവിലെ തുടങ്ങിയതല്ലേ ഈ ഒരു ഇരിപ്പ്. ഉച്ചക്കാണെന്ന് ചോറും കൂടി തിന്നിട്ടില്ല. ഇതാ ഈ ഗ്ലാസ് ചായെങ്കിലും കുടിച്ചാണേ. വിശപ്പും ദാഹമൊന്നുമില്ല. മനസ്സിന് വല്ലാത്തൊരു വീർപ്പുമുട്ടല്. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന് ദണ്ണും കേടും കൂട്ടാന്നല്ലാണ്ട് എന്ത് കാര്യമുള്ളത്? ഇങ്ങനെ ഇരുന്നിട്ട് ഓളെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ഒരു കൂസലും ഇല്ലാണ്ട് വയറ് നിറച്ച് ചോറും വാങ്ങി തിന്ന് ഓളതാ റൂമിൽ കയറിപ്പോയി. ഇങ്ങളൊന്ന് ഉച്ചക്ക് പട്ടിണി കിടക്കുക എന്ത് കാര്യം ഇപ്പൊ ഉണ്ടായത്? ഇതിലൊന്നും നമ്മളെ മകൾക്ക് ഒരു മാറ്റം ഉണ്ടാവൂല. നമ്മളെ മോള് വല്ലാതെ വലുതായിപ്പോയല്ലേ നബീസോ. കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞിരുന്നു എൻ്റെ കുട്ടി എൻ്റെ മൂത്ത് നോക്കിയാണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ വല്ലാത്തൊരു മനസ്സിലൊരു അബ്ബാസാക്കാനോടും പെരക്കാരോടും ഒക്കെ ഇങ്ങള് കൊടുത്ത വാക്കിഞ്ഞിപ്പോ മാറ്റി പറയേണ്ടി വരില്ലേന്ന് ആലോചിക്കുമ്പോഴാക്ക് ഇങ്ങളും മൂപ്പരും അങ്ങനെ കഴിയുന്നവരല്ലേ. എന്താ പിന്നെ ഇങ്ങൾ ഓരോട് പറയാ? എൻ്റെ അടുത്തിപ്പോ 5 പൈസ ഇല്ലാന്ന് എനിക്കറിയില്ല നബീസു. ഞാനുണ്ട് പോരാൻ നേരത്ത് അബ്ബാസിന്റെ കൈ പിടിച്ചിങ്ങാണ്ട് പറയണം, ഒന്നും പണമൊന്നുമില്ലെങ്കിലും എൻ്റെ കുട്ടി എൻ്റെ കുട്ടി രാജകുമാരിയെ പോലെ നോക്കുന്നു അബ്ബാസ്. എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? ഇങ്ങളെ ഇടങ്ങറും ബുദ്ധിമുട്ടോളും ഇന്നോളം മനസ്സിലാക്കാന് നമ്മളെ മക്കൾക്ക് പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? മക്കളെ മനസ്സിലാക്കിയ നമ്മൾ അത്രയും കൂടി മക്കള് നമ്മളെ മനസ്സിലാക്കണില്ല. അതൊന്നും ഇനിയിപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല. വയസ്സാം കാലത്ത് കുട്ടിയുടെ കല്യാണം നടത്തി ഇനിയുള്ള കാലം നാട്ടിൽ തന്നെ കൂടാന്ന് പൂതി വെച്ച നിങ്ങള് ഇപ്പൊ ഇങ്ങനെ കണ്ണിലും വെള്ളം നിറച്ചിരിക്കുന്നത് കാണുമ്പോ നെഞ്ഞു പൊട്ടിപ്പോവാണ്. അങ്ങനെ ഒരു മനസ്സുള്ള കുടുംബത്തിക്കല്ലേ നമ്മളെ മോളെ കിടക്കണമെന്നുള്ള സന്തോഷത്തില എത്രയും പെട്ടെന്ന് പ്ലെയിൻ കയറി ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ എല്ലാം കൂടി വെള്ളത്തില് വരച്ച പര പോലെ ആയില്ലേ എന്റെ നബീസു. ഓള് ഈ പറഞ്ഞ ചെക്കന് ആരാ എന്താ എവിടെ ഉള്ളതാന്നൊക്കെ നമ്മക്ക് വല്ല എത്തും പൊടി ഉണ്ടാവും. നവാസ് ഇങ്ങോട്ട് വരട്ടെ, 4 കൊടുത്തിട്ടേ ചോദിക്കണ പോലെ ചോദിച്ചാല് തത്ത പറയും പോലെ ഓളുണ്ട് പറഞ്ഞോളൂ. നമ്മൾ ആരെങ്കിലും ആണ് ചോദിക്കാൻ ചെന്നാല് കടിച്ചു കീറാൻ വേണ്ടി വരികയല്ലേ ഓള്. അതിനാണ്ടി വളർന്നിപ്പോള്. ഓനോട് വെറുതെ വച്ചുമ്പുളി ഉണ്ടാക്കാനും തല്ലാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞാളാ ഓനോട്. നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവ് തന്നെയാണ് നിങ്ങളെ മൾക്ക്. ഒന്നുള്ളെങ്കിലേ ഓലക്കോണ്ട് തല്ലി വളർത്തണമെന്ന് പഴമക്കാര് പറഞ്ഞത് വെറുതെ ഒന്നല്ല. പണ്ടത്തെ കാലല്ല നബീസോ. ഞാല് പറഞ്ഞ പോലെ തല്ലാൻ പോയാൽ കൊല്ലാൻ മടിയില്ലാത്ത മക്കളുള്ള കാലാണ് പോ. ഇതെന്താ ഡ്രസ്സും മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കണം. ഇവിടെ ഇനിയിപ്പോ ഒളിച്ചോടുള്ള വല്ല പരിപാടി ആയിട്ടാണല്ലേ? ഭാഗ്യത്തിന് ലോക്കില്ല. എന്ത്
എന്തിനോട് പറഞ്ഞ ചെക്കൻ്റെ പേര്? ആ, ഫഹദ്. ഫഹദ്. സാബിയത്ത് എന്താ ഇവിടെ? ഞാൻ തന്നെ വിളിക്കാൻ വേണ്ടി ഇപ്പം കയറിയതാ. അന്നെ വലിയകാക്ക് വിളിക്കണ്ട്, എന്നോട് ചെല്ലാൻ പറഞ്ഞേ. ഓ, അപ്പൊ ഇനിയുള്ള ഉപദേശം ക്ലാസ് എടുക്കലൊക്കെ വലിയകാക്കാന്റെ വക ആവൂലേ? ഇനിയിപ്പൊ അതും കൂടി കേൾക്കണല്ലോ. എങ്ങനെ പറയാണ്ടിരിക്കും നജ്മ? ഇജി നിപ്പാന്റെ ഇമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെ ഒരു വർത്താനം പറഞ്ഞെന്ന് എനിക്ക് വല്ല ബോധം ഉണ്ടോ? പിന്നെ ഞാനൊന്നും പറയാണ്ട് മിണ്ടാണ്ടിരുന്ന നിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ താത്ത പറയോ? നിക്കൊരാളെ ഇഷ്ടാന്ന് അറിഞ്ഞപ്പോ തുടങ്ങിയതാണല്ലോ നിങ്ങളൊക്കെ ഈ മാറി മാറിയുള്ള ഉപദേശവും കുറ്റപ്പെടുത്തലും. ഞാൻ വലിയ കൊലക്കുറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അന്ന് ഇത്ര കണ്ട കാലം വളർത്തിണ്ടാക്കിയ ഉമ്മാക്ക് ഉപ്പാക്കൊന്നും അന്റെ ഒരു കാര്യത്തില് ഒന്നും ഉണ്ടാൻ പറ്റൂല എന്നാണ് ഇജ്ജ് പറഞ്ഞു വരുന്നത്. ഇജ് ഞങ്ങളെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. പക്ഷെ ഇപ്പാടെ മുഖത്ത് നോക്കിയിട്ട് ഇജിന്ന് പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, ഒട്ടും ശരിയായില്ല നജോ. ഇന്റെ ശരിയും തെറ്റും ഞാൻ നോക്കിക്കോളാം. തൽക്കാലം താത്തൊന്ന് പോയി തരുവോ? ഒരു സുഖമില്ലാണ്ട്. എന്താണ് സാബി? എന്താണ് ജിമ ഞാനിവിടെ കേട്ടതൊക്കെ? അന്നോടെ ഞാൻ ചോദിച്ചത് എന്താണ്? ഇപ്പൊ എനിക്കൊന്നും പറയാനില്ലേ? ഓരോടൊക്കെ പറഞ്ഞ തന്നെ കാക്കാനോട് നിക്കും പറയാനുള്ളൂ. നിക്കൊരാൾ ഇഷ്ടാണ്, ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. അതിപ്പോ കാക്ക ചോദിച്ചിട്ട് മാറ്റി പറയാനൊന്നും പോണില്ല. പാണ്ടക്ക നിങ്ങളും ഉണ്ടായിരുന്നാണേ, വെറുതെ ഒച്ചമ്പടി ഉണ്ടാക്കാൻ നിക്കണ്ട. ഞാൻ മാറിക്ക് സാബിയ. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചിട്ടില്ലെങ്കില് അവളെ തല്ലിക്കൊന്നു വല്ല പൊട്ടക്കടൽ തള്ളാനും എനിക്ക് മടിയില്ല. കാക്കാട് ഭരണൊക്കെ താത്താനോട് മതി. താത്താനെ ഭരിക്കുമ്പോഴേ ഇന്നെ ഭരിക്കാൻ വന്നാല് കേട്ടോണ്ട് നിക്കാൻ ചെപ്പ എനിക്ക് പറ്റിയെന്ന് വരൂല. അനക്കെ തോണിയമാതിരി ജീവിക്കാനല്ല അന്നെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയത്. അങ്ങനെ അന്നെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ അന്നെ മര്യാദ പഠിപ്പിക്കാനും എനിക്കറിയാം. ഇനി എന്തെന്നാ നജ്മ ഈ പറയുന്നേ? നിനക്ക് വന്ന് വന്ന് ഉപ്പ ഏതാ ഇക്ക ഏതാന്നൊക്കെ മനസ്സിലാവാണ്ടായി പോയിക്കോ. ഓ, അടുത്താളും വന്നോ? ഞാൻ പറഞ്ഞതിൽ എന്താ നിഹലാക്ക തെറ്റുള്ളത്? വളർത്തിയന്റെ നോക്കിയന്റെ ഒക്കെ കണക്ക് പറയണ്ടായിരുന്നല്ലോ ഇപ്പൊ വലിയ കാക്ക. നിക്ക് വേണ്ടിട്ടേ വലിയ കാക്ക എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ക്യാഷ് മുടക്കി സ്വന്തം മക്കൾക്കൊരു മിഠായി പോലും വാങ്ങിക്കൊടുക്കാൻ മനസ്സില്ലാത്ത ആളാ ഇപ്പൊ ഇന്നെ നോക്കിയതിനും വളർത്തിയതിനും കണക്ക് പറയുന്നു. കാക്ക നിക്ക് വേണ്ടിട്ടേ ഇന്ന് വരെ ഒന്നും ചെയ്തതായിട്ട് നിക്ക് ഓർമ്മയില്ല. മതി നജ്മ, ഇനി നിർത്തിക്കട്ടോ. വലിയ കാക്കും ചമഞ്ഞെടുക്കണമെങ്കിൽ കാക്കണ്ടല്ലോ. നിഹാലാക്കാക്ക് എന്തെങ്കിലും വാങ്ങി തന്നതായിട്ട് വല്ല ഓർമ്മയുണ്ടാ? നിക്കുന്നേ വരെ സ്വന്തം കാശ് കൊണ്ട് ഒരു ചുരിദാർ പോലും വാങ്ങി തന്നതായിട്ട് ഞാൻ ഓർക്കണില്ല. ഇനിയിപ്പോ എന്തെങ്കിലും വാങ്ങി തന്നിക്കണമെങ്കിൽ തന്നെ അത് നമ്മളെപ്പ അയക്കണ കാശുകൊണ്ടായിരിക്കും. അല്ല, സ്വന്തം ഭാര്യയുടെയും മക്കളെയും ചെലവ് പോലും ഇപ്പാടെ കാശുകൊണ്ട് നടത്തുന്ന ആൾക്കേ ഇന്നെ ഉപദേശിക്കാനും ഇന്നെ വളർത്തിയതിന്റെ കണക്ക് പറയാനൊക്കെ എന്ത് യോഗ്യതയുള്ളത്? മതി ചോദിച്ചതും പറഞ്ഞതൊക്കെ. നിങ്ങളവിടെ നടന്നാണേ മതി. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ താത്ത. അവള് നമ്മളെയൊക്കെ തള്ളിപ്പറഞ്ഞത് ഏത് സുൽത്താന് വേണ്ടിയിട്ടാന്ന് നമുക്ക് അറിയണ്ടേ? പറടി, ആരായി ഫാദർ? ഇപ്പൊ പറയാൻ എനിക്ക് സൗകര്യമില്ല. നിഹാലക്ക് എന്താ കാട്ടുക? ഇപ്പൊ പറയാൻ മതി ചോദിച്ചതും പറഞ്ഞതൊക്കെ. നിങ്ങളവിടെ നടന്നാണേ മതി. എന്താ നിഹാല ഇവിടെ? എന്താ അങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഒന്നിപ്പണ്ട് കണ്ണും വീട്ടുള്ളൂട്ടാ. അല്ലെങ്കിലോ ഒരുത്തി കാരണോ ആ പാവത്തിന്റെ ഉള്ള സമാധാനം മുഴുവൻ പോയിക്കണ്. ഒരു വിധത്തിലാ ഇപ്പൊ ഒന്നാട് കിടന്നിട്ടുള്ളത്. ബേജാറാവുകയാണ് അതിന്റെ വെയ്യായും കേടും കാണുമ്പോ. ആർക്കും അതൊന്നും കാണണ്ടല്ലോ. ഇങ്ങളാണ് പോന്നാണിക്ക. ഇമ്മ പറഞ്ഞ പോലെ വെറുതെ ഉപ്പാന്റെ ഉറക്കം കളയണ്ട. അല്ലെങ്കിലും ആ പാവത്തിന് ഇന്ന് വയറ് നിറച്ച് കിട്ടിക്കണ്.
കാക്കാടെ വായ അടപ്പിക്കാൻ ഇവളെ കൊണ്ട് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമാവാണ്ട് എനിക്ക് ഉറക്കണ്ടായില്ല. പറടി, ആരേ ഫാദ്? വാണ്ട നിഹാലെ, ഇപ്പൊ ഒച്ചയും വിളി ഉണ്ടാക്കണ്ട. ഇപ്പൊ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ, നേരണ്ട് വെളുത്തോട്ടെ. എന്നിട്ട് ഇങ്ങളെ പെങ്ങളെ തല്ലിയേ കൊല്ലിയേ പറയിപ്പിക്കേ എന്താച്ച വന്ന് കാട്ടിക്കോളി. ഈ രാത്രിയിൽ വെച്ചിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് ഇപ്പാന്റെ ഉറക്കം കളയണ്ട. അത് നിഹാലെ, അനക്കിപ്പോ ഓളാ പറഞ്ഞ ചെക്കൻ ആരാന്നല്ലേ അറിയണ്ടുള്ളൂ. ഇജങ്ങ് നടക്ക്, ഇനി സമയമുണ്ടല്ലോ. അങ്ങോട്ട് വാ. ഒക്കെ വരുത്തി വെച്ചിട്ട് മല പോലെ നിക്കണാണ്ടിയില് വരുത്തി. കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞപ്പോ സമാധാനം ആയില്ല എന്റെ ഇടക്കില്ലേ. എന്താ എന്റെ മക്കള് ഓൾ ഇങ്ങനെ ഒന്നായി പോയത്? നമ്മളിപ്പോ എന്ത് ചെയ്യാനമ്മ? നിങ്ങളിപ്പോ ഉറക്കൊഴിക്കാണ്ട് പോയി കെടുക്കാൻ നോക്കി. സമയം ഒരുപാടായില്ലേ. ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം. നിങ്ങള് കിടന്നോളിന്നാല്. ഏതാണ് താത്താറി? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈച്ചി പറഞ്ഞ പോലെ ഞാൻ ഓളില്ലാത്ത നേരത്തെ ഓളെ റൂമിൽ കയറി ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കിണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓള് കോൾ ലിസ്റ്റ് എടുത്തിട്ടേ അതിൽ ഫാദൊന്ന് അടിച്ചു നോക്കിയപ്പോ ഇതാ ഈ ഒരു നമ്പറാ വന്നത്. ഞാനതെന്റെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഈ ഒരു നമ്പറേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരുപാട് തവണ ഇന്ന് തന്നെ കോള് പോയിട്ടുണ്ട്. ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് ആളാരാന്ന് കണ്ടുപിടിച്ചൂടെ? അതെന്തായാലും നന്നായി. നേരൊന്ന് വെളുത്തോട്ടെ. ഓൾ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് നമുക്കൊന്ന് അറിയാലോ. ഇജേ ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. അതാവുമ്പോ അപ്പൊ തന്നെ അറിയാലോ. അതന്നെ, നാളെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇജി ഇപ്പൊ തന്നെ ആ നമ്പറേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. ഫോൺ എടുത്തു കഴിഞ്ഞാല് ആരാ എന്താ എവിടുന്നാന്നൊക്കെ നമുക്ക് തന്നെ ചോദിച്ചു നോക്കാലോ. ഏയ് അത് കാര്യമല്ല. നമുക്ക് നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് അവളോ അവനോ അറിയാൻ പാടില്ല. നേരൊന്ന് വിളിത്തോട്ടെ. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ആളെ കണ്ടുപിടിക്കാം. അത് മോളറിയാണ്ട്. അത് നേരാ. എന്തായാലും നേരം വിളിക്കട്ടെ. കാക്ക, ഓള് പറയുന്ന ആരായാലും നാളെ ഞാൻ കണ്ടുപിടിക്കും. നിഹാലെ, ഇജെന്നാ നാളെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്താച്ചാ ചെയ്യാൻ നോക്കിട്ടാ. ആളാരാന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഇമ്മാക്കുപ്പാക്കും അതൊരു സമാധാനാവും. കുറച്ചോടെ തരക്കേടൊന്നുമില്ലാത്ത കാര്യമായാൽ മതിയായിരുന്നു. പെണ്ണിന്റെ കാട്ടിലും കുറച്ചിലൊക്കെ കാണുമ്പോ പേടിയാവുകയാണ്. നിഹാലാണല്ലോ. ഈ പഹ ഇപ്പണ്ട് പോയിട്ടല്ലേ ഉള്ളൂ. എന്തപ്പോ ഇങ്ങോട്ട് തന്നെ പോന്ന്? അല്ല ഉടുക്കാൻ മറന്നിട്ടുണ്ടാവും. എന്താടാ, ഇതെന്തെങ്കിലും എടുക്കാൻ മറന്നാ? കാക്ക കടയിലേക്ക് പോയ താത്ത? ആ കാക്ക എജ്ജ് പോയ പിന്നാലെ തന്നെ ഇറങ്ങിയല്ലോ. എന്തേ? നിജമയോ? ആ ഓളിപ്പോ കുറച്ചേരായി പോയിട്ട്. എന്താ കാര്യം? താത്താക്ക് ഇന്നലെ നെജ്മാൻ്റെ ഫോണിൽ കിട്ടിയ നമ്പർ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആളാരാ എന്താന്നങ്ങനെ പല വിവരം കിട്ടിയാ? ഇനിയൊന്നും കിട്ടാനില്ല. ആളെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞ്. ആണോ? ആരാടാ ആള്? എവിടെ ഉള്ളതാ? പേര് ഫഹദ്. എറണാകുളത്താണ് വീട്. എറണാകുളോ? അത്രയും ദൂരമുള്ള ആളെ
നജ്മാക്ക് എങ്ങനെയാ പരിചയം? ഇത്താ ഇപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ള കാലമല്ലേ, അതിലൂടെ ആവാനാ സാധ്യത. പക്ഷേ അതൊന്നല്ല വിഷയം. പിന്നെ വേറെന്താ നിഹാലെ, ജാളെ ടെൻഷനാക്കാണ്ട് കാര്യം പറ. അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആളൊരു ഹൈ ലെവൽ ടീമാണ്, ഫാമിലിയൊക്കെ ഹൈ ക്ലാസ് ടീമാണെന്നൊക്കെ കേട്ടെ. ഹാവു, അതാണ് കാര്യം. അന്റെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. എന്തായാലും ഓള് നല്ല പുളിങ്കൊമ്പ് നോക്കിയിട്ടാണ് എല്ലാവരും പിടിച്ചിക്കണത്. കൊമ്പൊക്കെ നമ്മളെക്കാട്ടും സ്ട്രോങ് ആണ് താത്ത. പക്ഷെ ചെക്കനെ പറ്റി നല്ലതും ചീത്തയും ഒക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പേടി പോലെ. അല്ല, അതെന്താടാ? ചെക്കനെ കുറിച്ച് വേറെന്താ കേട്ടത്? കേട്ടത് വെച്ചിട്ട് ചെക്കൻ്റെ സ്വഭാവം അത്ര വെടിപ്പല്ലാന്നാണ് കേട്ട്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അവിടെ വരെ പോവുക. പഠിച്ചോനെ, അങ്ങനെ മോശ സ്വഭാവമുള്ള വല്ലവർ കാണിച്ചാല് എങ്ങനെങ്കിലും നമുക്ക് ഓളത്തിന്ന് പിന്തിരിപ്പിക്കണം നിഹാലെ. ഓളപ്പത്തെ പക്വതയില്ലായ്മ കൊണ്ടാ ഓള് നമ്മളോട് ഈ പറഞ്ഞതും കാട്ടുന്നതും ഒക്കെ. എന്ന് കരുതിയിട്ട് നമുക്ക് ഓളെ അങ്ങോട്ട് ഒഴിവാക്കി കളയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇജ് കാര്യമായിട്ടൊന്ന് അന്വേഷിച്ചു നോക്ക്. തൽക്കാലം നമ്മൾ അറിഞ്ഞൊന്നും വേറെ ആരും അറിയണ്ട. ആരെയും ചോദിച്ചാൽ ഞാൻ ഷൂട്ടിൻ്റെ കാര്യത്തിന് എറണാകുളം വരെ പോയാന്ന് പറഞ്ഞാൽ മതി. അപ്പോ കാക്കാനോടും ഉമ്മാനോടും ഒന്നും പറയണ്ടെന്നാണ് അജ് പറഞ്ഞത്? ഞാൻ വരുന്നവരെ കാര്യം അറിയണ്ട. പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആളൊന്നേറ്റ് കാണട്ടെ. എന്നാ പിന്നെ അതാ നല്ലത്. ശരി.